നിലപാടുകൾ തമ്മിൽ കൊമ്പ് കോർക്കാൻ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീലക്ഷ്മി അറക്കലാണ്. സ്വാഗതം. നീ ഇപ്പോഴും ജീവനോടുണ്ടല്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഒരു വാദം പറഞ്ഞു, ഷിംജിത്ത് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? അങ്ങനെ നമുക്ക് പറയുവാണെങ്കിൽ പറയാം, എന്തുകൊണ്ട് ദീപക് കേസ് കൊടുത്തില്ല? ദീപകിന് ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ കേസ് കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ. ബസ്സിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇട്ടു എന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? ആ ബസ്സിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി തലച്ചോറ് ഫെമിനിസത്തിന് കൊടുത്താൽ ഇതാണ് പ്രശ്നം. ഇതുപോലുള്ള ആളുകളാ സാറേ തീവണ്ടിക്ക് കള്ളവണ്ടി എന്നുള്ള ചിന്തപ്പേരുണ്ടാക്കുന്നത്. കേരളത്തിൽ 90% വ്യക്തികളും, ഞാൻ 85 ഞാൻ 95%. ഒരു 5% മാറ്റി നിർത്തിയാൽ പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. കൃത്യമായിട്ട് കണ്ടിട്ട് 90% മലയാളികൾ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 90% മലയാളികളും ഷിംജിത്തിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും ഇല്ലായിരിക്കും. 100% ഞാൻ യോജിക്കുന്നു. ഇവരുടെ മൈൻഡിൽ മാത്രം എന്തുകൊണ്ട് അത് ഷിംജിത വലിയ എന്തോ സൽക്കർമ്മം ചെയ്തതായിട്ട് തോന്നുന്നു. ദീപത്തിനുള്ള ജീവനാണ് പോയത്. അതെ അതെ, ഇപ്പൊ നീ വലിയ രോഷം കൊണ്ടൊന്നും ദീപക്കിനുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, നിന്റെ ചാനലിന് റീച്ച് കിട്ടണം, അതുകൊണ്ടാണ് ഇത് വെച്ച് എല്ലാരും മുതലെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പം ഈ ആൾക്കാരെല്ലാം ഞാൻ വെടി എന്ന് പറയുകയാണ്. ഞാൻ നാളെ പോയി തൂങ്ങിച്ചെത്താൽ നിങ്ങളെല്ലാം എന്റെ കൂടെ നിൽക്കുവോ? അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ.